വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ ടൗൺഷിപ്പ് കാണാനായി നടൻ മമ്മൂട്ടി ചെന്നപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. മാറി നിൽക്കാൻ ഒരു പാർട്ടി പ്രവർത്തകനോട് പറഞ്ഞതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണമോ എന്തു ആയിക്കോട്ടെ, അതിനെ സാധാരണക്കാർ എങ്ങനെ കാണുന്നുവെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. മമ്മൂട്ടി അങ്ങനെയുള്ള ഒരാളല്ല. അതായത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരോടും പുള്ളിക്ക് പ്രത്യേക രാഷ്ട്രീയമോ മമതയോ അങ്ങനെയൊന്നുമില്ല. ഒരു കലാകാരനാണ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ CPM-ൻ്റെ ലേബലിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ലേബലിലോ BJP-യുടെ ലേബലിലോ ഒക്കെ മത്സരിക്കാമല്ലോ. അങ്ങനെ അത് പുള്ളി അങ്ങനെ ഒരു ശ്രമിച്ചിട്ടില്ല. മത്സരിക്കാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായി നിൽക്കാനാണ്. പലരും രാഷ്ട്രീയത്തിലേക്ക് സിനിമാ നടന്മാർ പോയപ്പോഴും ഒരിക്കലും പോകാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിനാണ് ഇപ്പോൾ ഈ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു സൈബർ ആക്രമണം ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ ഒരാളിൻ്റെ മാറി നിൽക്കാൻ പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഒരു രീതിക്ക് പുള്ളിയുടെ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതിന് ഒരു പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത് അങ്ങനെ പറയുന്നത് തെറ്റാണ്. അത് ശരിക്കും മമ്മൂട്ടിയെ സംബന്ധിച്ച് വേദനാജനകമാണ്. അങ്ങനെ ആ ഒരു സൈബർ ആക്രമണം നേരിടേണ്ട ഒരു വ്യക്തിയെ അല്ല മമ്മൂട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു. ഇന്നലെ മമ്മൂട്ടി വയനാട് പോയതിനെക്കുറിച്ച് ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതുപോലെ തോന്നി. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിലാണ് ആ ടൗൺഷിപ്പുകൾ സന്ദർശിച്ചത്. അതിനെ വലിയ വിവാദമാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ കാണിച്ചത് ഒട്ടും ശരിയായ നടപടിയല്ല. ലോകം മൊത്തം ആരാധിക്കുന്ന നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. അദ്ദേഹം വ്യക്തിപരമായാണ് അവിടെ ചെന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത്. അതിനെ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മമ്മൂട്ടിയും CPM-ൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ K. റഫീഖുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം, അത് യഥാർത്ഥത്തിൽ അത്ര കണ്ടങ്ങ് ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. സ്വാഭാവികമായി മമ്മൂട്ടി അവിടെ സന്ദർശിക്കാനായി വരുന്നു. ഈ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന റഫീഖിനോട്, നമുക്കറിയാം നമ്മുടെ ഈ വയനാട് ടൗൺഷിപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുനരധിവാസത്തിൻ്റെ ഒരു ലോക മാതൃകയാണ് ഈ ടൗൺഷിപ്പ്. അപ്പോൾ അത് സന്ദർശിക്കാനെത്തുന്ന ഒരു മലയാളത്തിൻ്റെ ഒരു മഹാനടൻ അദ്ദേഹം എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു വികസന പ്രവർത്തനമാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. കേരളം ഒരു മാതൃക കാണിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഈ വയനാട് ഉദ്ഘാടന ദിവസം തന്നെ പല മാധ്യമങ്ങളും അത് ലൈവ് കാണിക്കാൻ പോലും ആ സമയം കാണിക്കുന്നുണ്ടായിരുന്നില്ല, നമ്മൾ പല ചാനലുകളും മാറ്റി നോക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി വരുമ്പോൾ അത് വയനാട് ടൗൺഷിപ്പ് എന്ന ഒരു വലിയ മാതൃക ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ളൊരു വലിയ വേദിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അദ്ദേഹം തൊട്ടടുത്തിരുന്ന വയനാട് ജില്ലാ സെക്രട്ടറിയോട് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കും എന്നുള്ളത് കൊണ്ടാണ്. സാധാരണഗതിയിൽ അദ്ദേഹം ഇത് കാണാൻ വരുന്ന സമയത്ത് പാർട്ടിക്കാർ വിളിച്ചുകൊണ്ട് വന്ന് മമ്മൂട്ടിയെ കൊണ്ടുവന്നു എന്നൊരു നില ഉണ്ടാകാതിരിക്കാൻ വളരെ സ്നേഹപൂർവ്വം, ഇന്ന് റഫീഖ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം ഒരു കൺസേൺ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ അതിനെ കാണുന്നത് അതൊരു വലിയ പോസിറ്റീവായൊരു കാര്യമായി എന്നുള്ളതാണ്. കാരണം അങ്ങനെയെങ്കിലും വയനാടിനെക്കുറിച്ച് പറയാൻ, വയനാട്ടിൽ ഉയർന്ന ടൗൺഷിപ്പിനെക്കുറിച്ചും സർക്കാരിൻ്റെ ഒരു വലിയ മാതൃകയും കുറിച്ച് പറയാൻ മാധ്യമങ്ങൾ ആ നിലയിലെങ്കിലും തയ്യാറായി എന്നുള്ളതിനെയാണ് ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്. മമ്മൂട്ടി അത്ര ഹാർഷായിട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ആയത് തീർച്ചയായിട്ടും എല്ലാ പൊതുജനങ്ങളുടെയും ആ ഒരു എല്ലാവരും മമ്മൂട്ടി കല ആ രീതിയിൽ ആവിഷ്കരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും പലരും അങ്ങനെ പല രീതിയിൽ കല ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും മമ്മൂട്ടി ആകുന്നില്ല. അപ്പോൾ മനുഷ്യർക്ക് ആ ഒരു പ്രത്യേകമായൊരു താല്പര്യം മമ്മൂട്ടിയിലുണ്ട് എന്നുള്ളതും ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹത്തിന് മെഗാസ്റ്റാർ എന്നുള്ള പദവി കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, അതായത് ആ പദവി എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്, മെഗാസ്റ്റാർ എന്നുള്ള പദവി. അദ്ദേഹം കുറച്ചുകൂടി സഹിഷ്ണുതയോടെ പെരുമാറണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നേതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം നമ്മൾ ഈ സെലിബ്രിറ്റീസിൻ്റെ പുറകെ അങ്ങനെ നമ്മൾ നിൽക്കേണ്ട കാര്യവുമില്ല. കാരണം അവർ വരുന്നു പോകുന്നു, അവരെന്തെങ്കിലും അഭിപ്രായം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ആ ഒരു
അവിടെ ചൂരൽമലയിൽ നടന്ന ദുരന്തത്തിൻ്റെ കാര്യമായാലും അതിനുണ്ടായ പുനരധിവാസത്തിൻ്റെ കാര്യമായാലും അതിലൊന്നും തന്നെ വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയാനോ ഇടപെടാനോ ഒന്നും മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായാൽ പോലും സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മേഖലയുണ്ട്. അപ്പം ആ മേഖലയിൽ അങ്ങനെ മതി. അത് അത്രയും അദ്ദേഹം ചെയ്താൽ മതി. അദ്ദേഹം നല്ല നടനാണ്, അത് മതി. അതിൽ കൂടുതൽ നമുക്ക് മമ്മൂട്ടിയുടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സാർ എന്ത് വിചാരിക്കുന്നു പറയുന്നു അത്തരം കാര്യങ്ങളും നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെ പിന്തുടരേണ്ട കാര്യമില്ല, ഒപ്പം നടക്കേണ്ട കാര്യമില്ല. അയാൾക്ക് നേതാവിനെ സംബന്ധിച്ച് നേതാവിന് നേതാവിൻ്റേതായ പ്രവർത്തന മണ്ഡലങ്ങളും രീതികളും ഉണ്ട്, അത് മതി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് മമ്മൂട്ടിയും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ അയാളെങ്ങനെ പെരുമാറണം എന്ന് മമ്മൂട്ടി പറയേണ്ട കാര്യമില്ല. തിരിച്ചും നമുക്കും മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് നന്നായി എന്ന് മമ്മൂട്ടി പറഞ്ഞത് കൊണ്ടൊന്നും ആ കാര്യങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടു പോവുകയില്ല. അപ്പോൾ എല്ലാവരെയും ആ ഒരു പ്ലേസിൽ തന്നെ മതി, അതിൽ കൂടുതൽ ആരും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.